സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ തെറ്റിപ്പോകാറുണ്ട്. ചില തീരുമാനങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അത് എടുത്ത ഒരു തീരുമാനമായിരുന്നു എന്ന് പോലും നമ്മൾ ചിന്തിക്കാറുണ്ട്. ചിലരെ സംബന്ധിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന തീരുമാനങ്ങളായിരിക്കാം. മറ്റു ചിലരെ സംബന്ധിച്ച് ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയില്ലെന്ന് ഓർത്ത് പിന്നീട് ആയുഷ്കാലം മുഴുവൻ വേദനിക്കുന്നവരായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മൾ അന്ത്യോക്കസ് രാജാവിനെ കുറിച്ച് വായിക്കുന്നു. തൻ്റെ ജനം യുദ്ധത്തിൽ തോറ്റു എന്ന് കേട്ടപ്പോൾ അതിന് കാരണക്കാരായ യഹൂദനെ മുഴുവൻ വധിച്ചു കളയാം എന്ന ഒരു അഹങ്കാരം അന്ത്യോക്കസ് രാജാവിനുണ്ടാകുന്നു. അതിനുവേണ്ടി വളരെ വേഗത്തിൽ രഥമോടിച്ച് പോകുമ്പോൾ ദൈവം അദ്ദേഹത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ, വലിയ രോഗബാധിതനായിട്ട് മാറുന്നു, അവസാനം മരണപ്പെടുന്ന ഒരു സാഹചര്യം വരെ അന്ത്യോക്കസ് രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അദ്ദേഹം എടുത്ത തെറ്റായ ഒരു തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് പോലും നയിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലാണെങ്കിലും പല അവസരങ്ങളിലും തെറ്റായ തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ചില അവസരങ്ങൾ ദേഷ്യപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ അത് തെറ്റിപ്പോയല്ലോ എന്ന് ഓർത്ത് അതിനെക്കുറിച്ച് പരിതപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്താണ് ഞാൻ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് എൻ്റെ മമ്മിയുടെ വീട് മുളക്കുളത്താണെന്ന് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുളക്കുളത്തായിരുന്ന അവസരത്തിൽ പിറവൻ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറിയാണ് ഞാൻ എറണാകുളത്ത് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. തിരിച്ചും അതുപോലെ ട്രെയിനിലാണ് തിരികെ വരിക. അപ്പോൾ ട്രെയിനിൽ സ്ഥിരം ആ റൂട്ടിൽ യാത്ര ചെയ്തവർക്ക് അറിയാം, വൈകുന്നേരം 8 മണിക്ക് രാത്രി, ഇപ്പോൾ വേറൊരു പ്രോഗ്രാം കഴിഞ്ഞ് 8 മണിക്ക് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് കണ്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പതിവായി ആ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, പ്ലാറ്റ്ഫോം നമ്പർ 5-ൽ നിന്നും 8 മണിക്ക് കോട്ടയം ഭാഗത്തേക്ക് ഒരു പാസഞ്ചർ ആ സമയത്തുണ്ടായിരുന്നു. ഏകദേശം ഞാൻ പഠിക്കുന്ന 9-ലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് 8 മണിക്ക് കോട്ടയം ഭാഗത്തേക്ക് ട്രെയിൻ പോകുമ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഒരു ട്രെയിൻ 2nd പ്ലാറ്റ്ഫോമിൽ എപ്പോഴും വരും. അത് 7:50, 55 ആ ഒരു സമയത്താണ് വരിക. അതിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് അതൊരു കണക്ഷൻ ട്രെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ട്രെയിനിൽ കയറി, ട്രെയിനിലെ വിൻഡോയിൽ സീറ്റിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പതിയെ ഞാനിരുന്ന ട്രെയിൻ, കോട്ടയം ഭാഗത്തേക്കുള്ള ആ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. പക്ഷേ പതിവിന് വിപരീതമായി തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന പാസഞ്ചർ ട്രെയിൻ അന്ന് കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ ആ ട്രെയിൻ വന്നുകൊണ്ടിരുന്നപ്പോൾ അതിലിരിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ പെട്ടെന്ന് കോട്ടയം ട്രെയിനിൽ കയറേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ട്രെയിൻ മൂവ് ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് ഒത്തിരിയേറെ പേര് അതിൽ നിന്ന് ചാടി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേര് ചാടി ഇറങ്ങി. പക്ഷേ പെട്ടെന്ന് ഒരാൾ ഇതുപോലെ ചാടി ഇറങ്ങിയതാണ് ആ ട്രെയിനിൻ്റെ ഇടയിലേക്ക്, പ്ലാറ്റ്ഫോമിനും ട്രെയിനും ഇടയിൽ ഒരു ഗ്യാപ്പ് നിങ്ങൾക്കെല്ലാവരും അറിയാവുന്നതാണ്. ആ ഒരു ഗ്യാപ്പിലേക്ക് വീണുപോയി. ആ മനുഷ്യൻ എത്തിവലിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെയും ട്രെയിനിൻ്റെ ഇടയിലുള്ള ആ ഒരു ചെറിയ ഗ്യാപ്പിൽ എത്തിവലിഞ്ഞ് നിൽക്കുകയാണ്. അദ്ദേഹത്തെ പാസ് ചെയ്ത് ഒരു 4-5 ബോഗികൾ പോയി. ഒരു 2 ബോഗി കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ആ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കോട്ടയം ഭാഗത്തേക്കുള്ള ട്രെയിനിൽ കയറണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിൻ മൂവ് ചെയ്യുന്നത് കണ്ട് ആൾ ആകെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്തു, പെട്ടെന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുക. ആ ശ്രമത്തിനിടയിൽ ട്രെയിനിൻ്റെ ആ സ്റ്റെപ്പ് നമുക്കറിയാം, കുറച്ച് താഴത്തേക്കാണ് നിൽക്കുക. ആ സ്റ്റെപ്പ് ഈ വ്യക്തിയെ വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകും. എല്ലാവരും വളരെ വിഷമത്തോടെ നോക്കിക്കണ്ട ഒരു കാഴ്ചയായിരുന്നു അത്. കാരണം ഒരു വ്യക്തിയുടെ ജീവൻ നമ്മുടെ കൺമുമ്പിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ എൻ്റെ ഈ യാത്രയിൽ, ട്രെയിൻ യാത്രയിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്, ആ വ്യക്തി ഒരുപക്ഷെ ആ 2 ബോഗി കൂടി കഴിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ആ വ്യക്തിയുടെ മുമ്പിൽ അന്നേരം ഉണ്ടായിരുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആ കോട്ടയം ഭാഗത്തേക്കുള്ള ട്രെയിനിൽ കയറുക. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അതേസമയം ഈ 2 ബോഗി കൂടി ഞാനൊന്ന് ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവൻ രക്ഷിക്കാം, എനിക്ക് കോട്ടയം ഭാഗത്തേക്ക് പോകാൻ അടുത്ത വഴി തേടാം. തൊട്ടപ്പുറം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമുക്കറിയാം, തൊട്ടപ്പുറേ തന്നെ KSRTC സ്റ്റാൻഡുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോട്ടയം ഭാഗത്തേക്കുള്ള ഒരു ബസ് തീർച്ചയായും കിട്ടും. അല്ലെങ്കിൽ സൗത്ത് ഭാഗത്തേക്കൊന്ന് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രൈവറ്റ് ബസ് കിട്ടും. അങ്ങനെ ഒത്തിരിയേറെ പോസിബിലിറ്റീസ് ആ വ്യക്തിയുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ അന്നേരം ആ ഒരു തീരുമാനമെടുക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് മുമ്പിലുണ്ടായ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, എങ്ങനെയെങ്കിലും ആ ട്രെയിനിലൊന്ന് കയറി പറ്റുക. പ്രിയമുള്ളവരെ, അന്നേരം എടുത്ത ഒരു തീരുമാനം ആ വ്യക്തിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഇത് സംഭവിക്കുന്ന ഇത് തന്നെയാണ്. തെറ്റായ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുക. ചിലപ്പോൾ ചിലർ കരിയർ ചൂസ് ചെയ്യുമ്പോൾ അവരെടുക്കുന്ന ഒരു തെറ്റായ തീരുമാനം, പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ എടുത്ത കരിയർ എനിക്ക് യോജിച്ചത് അല്ലായിരുന്നു എന്ന് ചിന്തിച്ച് വേദനയോടെ നടക്കുന്ന ഒത്തിരി ആളുകൾ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചില വ്യക്തികൾ എടുക്കുന്ന ജോലി, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ഡോക്ടർ ആവാനുള്ള ഒരു വിളിയായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ
വേറൊരു മേഖലയിൽ എൻജിനീയർ ആകാൻ വേണ്ടി പോയി അവസാനം ഒന്നും ആവാൻ പറ്റാതെ വേദനയോടെ കഴിയുന്ന ഒത്തിരിയേറെ ആളുകൾ. അങ്ങനെ നമ്മളെടുക്കുന്ന ഈ തീരുമാനങ്ങളുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെറിയ ലക്ഷ്യത്തിലേക്കല്ല നോക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ആ ട്രെയിനിൽ അപകടത്തിൽ മരിച്ച ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വലിയൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഈ 2 പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ സാധിക്കുമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒത്തിരിയേറെ പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതൊന്നും ചിന്തിക്കാതെ മുന്നിൽ ഒരു ചെറിയ ലക്ഷ്യം മാത്രം നിർത്തിക്കൊണ്ട് ആ ട്രെയിൻ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അത് കഴിഞ്ഞിട്ടുള്ള ട്രെയിൻ കിട്ടില്ലേ അല്ലേ? നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ ട്രെയിൻ കിട്ടിയാൽ മാത്രമാണ് എനിക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. ഒത്തിരിയേറെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ തെറ്റിപ്പോകാം. അപ്പം അതിനു മുമ്പ് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ഏത് തീരുമാനം എടുക്കുമ്പോഴും ക്ഷമയോടെ അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ അതിൻ്റെ അപ്പുറത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തെല്ലാം പോസിബിലിറ്റീസ് എൻ്റെ മുമ്പിലുണ്ട്, ആ പോസിബിലിറ്റീസ് എങ്ങനെ എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും, എൻ്റെ ഒരു ലിമിറ്റേഷൻ വെച്ച് എനിക്ക് പറ്റിയ ഒന്നാണോ അതോ എൻ്റെ കാലിബർ അനുസരിച്ച് ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഭാഗത്തേക്ക് പോകേണ്ട വ്യക്തിയാണോ? അപ്പോൾ ഓരോ കാര്യവും നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തിയതിന് ശേഷം മാത്രം തീരുമാനമെടുക്കും. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏത് നേരവും ദുഃഖിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. എല്ലാ സമയവും പിന്നെ ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയല്ലോ കർത്താവ്, ഞാൻ ഇങ്ങനെ ആവേണ്ട വ്യക്തിയാണോ? എപ്പോഴും ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതിന് പകരം നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവും. ശരിയായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അല്പസമയം നമ്മൾ ധ്യാനിക്കാൻ തയ്യാറാകണം. ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനത്തെക്കുറിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കണം. എന്ത് തീരുമാനം എടുക്കുമ്പോൾ അല്പസമയം ദൈവത്തോട് ആലോചന ചോദിക്കുക. കർത്താവേ, ഈ തീരുമാനം എടുത്താൽ എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതത്തിൽ അത് നടക്കാൻ പോകുന്നത്? ഇതെടുക്കുമ്പോൾ എനിക്ക് വരാൻ പോകുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക എന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹപ്രദമായ നിമിഷങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ തെറ്റായ തീരുമാനങ്ങൾ എടുത്ത നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനെ ഓർത്ത് ഞാൻ റിഗ്രറ്റ് ചെയ്ത് കഴിയുന്ന ഒരു വ്യക്തിയാണോ? അതേസമയം ശരിയായ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ കാരണത്താൽ ഒത്തിരി സന്തോഷത്തോടെ നടക്കുന്ന വ്യക്തികളും ഇത് കേൾക്കുന്നവരിലുണ്ടാകും. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ ഇതുപോലെ എടുക്കണം. അതേസമയം തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് വേദനയോടെ കഴിയുന്നവർ മറ്റുള്ളവരും പറഞ്ഞു കൊടുക്കുക, അന്ന് ഞാനെടുത്ത ഈ ഒരു തെറ്റായ തീരുമാനമാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠമാണ്. അങ്ങനെ പരസ്പരം പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതിന് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക.